എന്ത് വരുത്താനേ അടുത്ത് അല്ല വർത്താനം നമുക്ക് പിന്നെ പറയാം അവിടുന്ന് പറയാം. ധീരതയ്ക്കുള്ളൊരു അവാർഡ് കൊടുത്തേക്ക് കേട്ടോ. ധീരതയ്ക്കുള്ളൊരു അവാർഡ് തരാം ഈ തൊലിക്കെട്ടിക്ക്. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞുതരാം. വരും നിങ്ങൾ ഈ പണിക്ക് പറ്റില്ല, വേറെ സ്ഥലത്തേക്ക് പോവാം. മനസ്സിലായി? സർക്കാർ ജനങ്ങളുടെ ഖജനാവൊന്നും ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെ ജോലി ചെയ്യിക്കണം സർക്കാരിന് അറിയാം. ഈ അങ്ങാടിയിലെ റോഡ് അതിന്റെ കുഴികൾ പോലെ അടക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കരാറുകാരെ തയ്യാറായിട്ട് അത് ധിക്കാരപരമായ സമീപനമാണ്. അത് വെച്ചുറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്ന് രാത്രി വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട് കാണാനാണ് മന്ത്രി എന്നുള്ളതിൽ ഇന്നും നാളെയും ഈ 500ഓളം കിലോമീറ്ററിലൂടെ സഞ്ചരിച്ചു പോകുന്നത്. ഇത് ഗുരുതരമായ അലംഭാവമാണ്. ശബരിമല റോഡുകളുടെ പരിശോധനയ്ക്കായി ഇന്ന് ഉച്ചയോടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കൊല്ലം പത്തനാപുരത്തെത്തിയത്. നഗരഹൃദയത്തിലെ റോഡ് തന്നെ തകർന്ന തരിപ്പണമായി കിടക്കുന്നത് മന്ത്രി നേരിൽ കണ്ടതോടെ ക്ഷുഭിതനായി. നടക്ക് മുന്നിലാണ് തീരുമാനമെടുത്തത് സംരക്ഷിക്കുന്ന ആളുകളാണ്. ഇതാ റോഡിന്റെ അവസ്ഥ. നിങ്ങൾ പിന്നെ എന്ത് വരുത്താനേ അടുത്ത് അല്ല വർത്താനം നമുക്ക് പിന്നെ പറയാം. അവിടുന്ന് പറയാം. ഇത് കണ്ടില്ലേ? ഈ ബാക്കി നമുക്ക് ആലോചിച്ചിട്ട് പറയാം. എല്ലാവരെയും കൊണ്ട് വിളിക്കും. ഇത് കണ്ടില്ലേ? അവരെ വിളിക്കും. ഇവിടെ ചുമതല ആളെ വിളിക്കും. ആരാ ഇതിന്റെ ഇവിടുത്തെ ചുമതല? ധീരതയ്ക്കുള്ളൊരു അവാർഡ് കൊടുത്തേക്ക് കേട്ടോ. ധീരതയ്ക്കുള്ളൊരു അവാർഡ് തരാം ഈ തൊലിക്കെട്ടിക്ക്. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞുതരാം. വരും അനാസ്ഥ കാട്ടിയ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ശകാരിച്ചു. അടിയന്തരമായി പട്ടണത്തിലെ റോഡിലെ കുഴി അടച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി മുന്നറിയിപ്പും നൽകി. അല്ല വേറെ ഒന്നുമില്ല. ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ, അത് അനാസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടെ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കരാറുകാരോട് പരിഹരിക്കുന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ കൂട്ടമായി തന്നെ നടപടിയെടുത്ത് പോണ്ടി വരും. ഇതിനോടൊന്നും ഒരു സന്ധി ചെയ്ത് പോകാൻ പറ്റില്ല. സർക്കാർ ജനങ്ങളുടെ പണത്തുനിന്ന് ശമ്പളം വാങ്ങിയിട്ട് തോന്നുന്ന പോലെ നിൽക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥർക്ക്. അതൊന്നും വിടാൻ വേണ്ടി പോകുന്നില്ല. ബഹുമാനപ്പെട്ട കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ 12 ഐഡന്റിഫൈഡ് റോഡും 7 അഡീഷണൽ ഐഡന്റിഫൈഡ് റോഡും വളരെ നേരത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കി. സാധാരണ ഭക്തർ വരുന്ന സമയത്ത് ഈ റോഡിന്റെ പ്രവൃത്തി നടക്കുന്നു, റോഡ് മോശമാണെന്നുള്ള പരാതിയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ തന്നെ ഇങ്ങനെയൊരു നിലപാടെടുത്തത്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈ റോഡുകളിലൂടെ സഞ്ചരിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പോഴും ഈ റോഡിന്റെ പരാതി പരിഹരിച്ചു എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. ഈ 2 ദിവസം ഇന്നും നാളെയും പരിപൂർണമായി റോഡുകളിലൂടെ സഞ്ചരിച്ച് തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ നിശ്ചയിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് സന്ധ്യക്കുള്ളിൽ ഇത് റോഡ് അറ്റകുറ്റപ്പണി നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടത്തിയിട്ടില്ലെങ്കിൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഒരു സംശയമില്ല. ഇവിടെ അലസത കാട്ടുന്ന അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ മതിയെന്ന് കരുതുന്ന